ദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഇന്ന് ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങൾ ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചു. കാരണം 700 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഭഗവത്ഗീതയിൽ എനിക്ക് ഏറ്റവും വളരെ പ്രാധാന്യത്തോടെ ഉള്ള ഒരു 2 ശ്ലോകങ്ങളായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഭഗവത്ഗീത തത്വമൂല്യ സിദ്ധാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അർത്ഥവത്തായിരിക്കുന്ന 2 ശ്ലോകങ്ങളാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ 62-ഉം 63-ഉം ശ്ലോകങ്ങൾ എന്ന് തോന്നി. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ എത്രമാത്രം അർത്ഥവത്താണ് നമ്മുടെ ജീവിതം. എന്താണ് ഈ 2 ശ്ലോകങ്ങൾ പറയുന്നതെന്ന് നോക്കാം. ഇതാണ്: ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഭജായതേ സംഗാത് സംജായതേ കാമാ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമോഹാ സമോഹാ സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ സാമാന്യ മലയാള അർത്ഥം നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് പറയാം. ഇപ്പൊ ഇതിന്റെ ഒരു 1-ാമത്തെ ശ്ലോകത്തിന്റെ, അതായത് 62-ാമത്തെ ശ്ലോകത്തിന്റെ ഒരു മലയാള അർത്ഥം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഏതാണ്ട് തർജ്ജമ. അതായത് ഐന്ദ്രിയ വസ്തുക്കളെ കുറിച്ച് വിചിന്തനം ചെയ്യുക മൂലം അവയോടുള്ള സംഘം ആരംഭിക്കുകയായി. അതിൽ നിന്ന് പിന്നീട് ആഗ്രഹം രൂപപ്പെടുന്നു. അനന്തരമാണ് വെറുപ്പും ദ്വേഷവും ജ്വലിച്ചുയരുന്നത്. ഇതാണ് ഈ ഒരു ഏതാണ്ട് മൊത്തത്തിലുള്ള ഖണ്ഡിക രൂപത്തിലുള്ള ഒരു അർത്ഥവ്യാഖ്യാനം. ഗീതൊന്നും വ്യാഖ്യാനിക്കാൻ മാത്രം അപാര പാണ്ഡിത്യം ഉള്ള ഒരാളൊന്നും അല്ല നമ്മൾ. എങ്കിൽ കൂടി നോക്കാം. ഇവിടെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്? ധ്യായതോ വിഷയാൻ, ധ്യായതോ വിഷയാൻ പുംസഃ. പുംസൻ, മനുഷ്യൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്, ധ്യാനിച്ചിരിക്കുന്നത് വിഷയങ്ങളെ കുറിച്ചാണ്, അല്ലെ? റൈറ്റ് ഫ്രം മോർണിംഗ് ടിൽ വി ഗോ ടു ബെഡ് വി ആൾവേസ് തിങ്കിങ് അബൌട്ട് വാട്ട്? ദ ഡിഫറെന്റ് ഓബ്ജക്ട്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ വ്യത്യസ്ത വിഷയങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് കുഴങ്ങുകയാണ്, അല്ലെ? പലവിധ വിഷയങ്ങൾ. ഒരു വിഷയങ്ങൾ കിട്ടുമ്പോൾ അടുത്ത വിഷയമായി, ആ വിഷയം കിട്ടുമ്പോൾ വേറെ വിഷയം. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ധ്യായതോ വിഷയാൻ പുംസ. ഈ മനുഷ്യന്റെ പ്രകൃതി എങ്ങനെയാണ്? വിഷയങ്ങളുടെ പിന്നാലെ ഓടി പോവുകയാണ്. ധ്യായതോ വിഷയാൻ പുംസഃ. അങ്ങനെ ഓടി നമുക്ക് എന്തുണ്ടാവും? ആ ഏതിന്റെ പിന്നാലെയാണോ നമ്മൾ ഓടുന്നത് അതിനോടൊരു സംഘം ഉണ്ടാവും, അല്ലേ? നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പോ സംഘസ്തേഷു, അതിൽ നിന്ന് സംഘം ജനിക്കുന്നു, അല്ലേ? അങ്ങനെയാണ് ഇത് ഭജഗോവിന്ദത്തിലും ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ താല്പര്യം ജനിക്കുന്നു. അങ്ങനെ നമുക്ക് വിഷയങ്ങൾ താല്പര്യം ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഒരു വിഷയം കിട്ടുമ്പോൾ അടുത്തൊരു വിഷയം കിട്ടണം, ആ വിഷയം കിട്ടുമ്പോൾ വേറെ വിഷയം കിട്ടണം. ഈ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചില ആൾക്കാർ ഓരോരോ വിഷയങ്ങളുടെ പിന്നാലെ. എന്നാൽ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തിരുന്ന് ഏകാഗ്രതയിൽ ആത്യന്തികമായ സത്യം അന്വേഷിക്കാൻ ശ്രമിക്കുകയോ? ഇല്ല. അയാള് ഇതിങ്ങനെ ധ്യാനിച്ചിരിക്കുക. തിങ്കിങ് ഓൾവേസ് അബൌട്ട് ഡിഫറെന്റ് ഓബ്ജക്ട്സ് ഓഫ് ദിസ് വേൾഡ്. സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല.
ദേഹവിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, ദേഹിയെ കുറിച്ച് അല്പം ചിന്തിക്കുന്നില്ല. ഇതല്ലേ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ സംഘത്തിൽ നിന്ന് തേഷു ഉപജായതേ ഉണ്ടാവുന്നു. ഇനി സംഘത്തിൽ നിന്നോ സംഘ സംജായതേ കാമ. ഈ അറ്റാച്ച്മെന്റിൽ നിന്നാണ്, അതിനോട് സംഘം ചേരുമ്പോഴാണ്, അതിനോടുള്ള ആ ഒട്ടലുണ്ടാകുമ്പോഴാണ് നമുക്ക് കാമം ഉണ്ടാവുന്നത്. കാമം എന്നിവിടെ സംസ്കൃതത്തിൽ പറഞ്ഞ മലയാളത്തിൽ ഉപയോഗിക്കുന്ന എന്തല്ല, കാമ അല്ല. ഇവിടെ എന്താ, ആ കാമപരം തന്നെ. ഇവിടെ ആഗ്രഹം, ഡിസയർ. അവർ ലൈഫ് ഷുഡ് ബി ഡിസയർലെസ് എന്നാ പറയാ. നമ്മുടെ ജീവിതം എപ്പോഴും ഡിസയർലെസ് ആയിരിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് ഓരോരോ ആഗ്രഹം ജനിക്കുകയായി അല്ലേ. അതായത് ഒരു വസ്തുവിനോട് സംഘം ഉണ്ടാവുമ്പോൾ പിന്നെ അത് കിട്ടണം എന്നൊരു ഒരു ആഗ്രഹം ഉണ്ടാവും നമുക്ക്. ഏത് വസ്തു ആട്ടെ, വ്യക്തി ആട്ടെ, അതിനോട് അറ്റാച്ച്മെന്റ് ജനിച്ചാൽ നമുക്ക് ഉടനെ ഉണ്ടാവുന്ന എന്താണ്, അത് കാമിക്കലായി, അത് ആഗ്രഹിക്കലായി അല്ലേ. അയലോക്കത്തൊരു വീട്, നല്ല മനോഹരമായ വീട് കണ്ടാൽ അതുപോലൊരു വീട് തനിക്കും ഉണ്ടാക്കണം എന്ന കാമം അവിടെ ജനിക്കുകയുണ്ടായി അല്ലേ. അടുത്ത വീട്ടുകാരി ഒരു പുതിയ സാരി വാങ്ങിയാൽ ആ വിഷയത്തിലായി പിന്നെ അത് കിട്ടുവോളം അയാളുടെ പരക്കം പാച്ചില്. അപ്പൊ അവിടെ ഇതൊക്കെ ഒന്ന് പഠിക്കും. നമ്മൾ വിചാരിക്കും ഈ ഭഗവത്ഗീത എന്നൊക്കെ പണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താ മതപരമായ ഗ്രന്ഥമാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അല്ല, മെന്റോ ഇന്റലക്ച്വൽ പ്രോസസ്. ഇവിടെ നമുക്ക് മതം എന്നുള്ള വാക്കന്നെ ഇവിടെ വരുന്നില്ല. കംപ്ലീറ്റ് ഫിലോസഫീസ് ഓഫ് അവർ ലൈഫ് ആണ് ഇതിൽ കംപ്ലീറ്റ് പറയുന്നത്. ഇനി അങ്ങനെ നമുക്ക് സംഘം ഉണ്ടായാൽ അതിന് എന്ത് ജനിക്കുന്ന പറഞ്ഞത്, സംജായതേ കാമ. കാമം ഉണ്ടായാലോ, കാമ എന്താണ്, ക്രോധോഭിജായതേ. കാമത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാവുന്നത് അല്ലെ, ദേഷ്യം ഉണ്ടാവുന്നത്. ആഗ്രഹിച്ച് കിട്ടാതെ പോകുമ്പോ എന്താ ഉണ്ടാവുക, നമുക്ക് ദേഷ്യം വരും അല്ലെ. ലൈഫ് ഈസ് an irony. We won't get what we wish for, and what we get we cannot possess. What we cannot possess will be the reason for our angerness. അങ്ങനെയാണ് ജീവിതം. നമ്മൾ ഒരു വിരോധാവസ്ഥ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല, കിട്ടിയൊന്നും സ്വന്താക്കാൻ പറ്റില്ല. സ്വന്താക്കാൻ പറ്റാതെ വരുമ്പോൾ കാമക്രോധ മോഹ ലോപാദികളൊക്കെ ജനിക്കുകയായി. പിന്നെ അവിടുന്ന് അങ്ങോട്ടായി ആകെ ദേഷ്യം, അവിടത്തെ ദേഷ്യം ഇവിടത്തെ ദേഷ്യം, ആകെയില്ല. ചില കാമഭ്രാന്തന്മാരൊക്കെ കണ്ടില്ലേ. കാരണം എന്ത് ചോദിച്ചാൽ അവർ നേരെ ചൊവ്വേ ആൻസർ പറയില്ല. അപ്പൊ ദേഷ്യമായിരിക്കും, ദേഷ്യം വരും അല്ലേ. അപ്പൊ നമുക്ക് ഗീത ഒരു വ്യാഖ്യാനത്തിലല്ല നമ്മൾ ചിന്തിക്കുന്നത്, അതിന്റെ സാമാന്യ അർത്ഥത്തിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇന്ദ്രിയ വിഷയങ്ങൾ ഓരോന്നോരോന്നായി ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലേ, അതിനോട് എന്ന് പറയാ ഒരു ആകർഷണത്തിനുള്ള രംഗം സംജാതമാകും, അല്ലെങ്കിൽ തയ്യാറാവുന്നു. പിന്നെ അത് കിട്ടണം എന്നുള്ളതാണ്. കിട്ടിയില്ലെങ്കിലോ ആകെ അതൃപ്തിയായി, അസന്തോഷായി, ദേഷ്യമായി, ചട്ടാപ്പട്ട, അടിപിടി. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ നിത്യം നടക്കുന്നത്. ഇതല്ലേ അല്ലേ. ധ്യായതോ വിഷയാൻ പുംസഹ. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. വിഷയങ്ങളിൽ ഇങ്ങനെ ധ്യായതോ അല്ലെ, ഒന്ന് ചെന്നു ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷുപജായതേ. അതിൽ നിന്ന് നമുക്ക് സംഘം ജനിക്കുന്നു. സംഘാത് സംജായതേ കാമ, കാമാത് ക്രോധോഭിജായതേ. അതിൽ നിന്ന് ക്രോധം ജനിക്കുന്നു. ഇനിയോ അതെന്താണെന്ന്, അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. എന്താ, ക്രോധാത് ഭവതി സമോഹ. ക്രോധത്തിൽ നിന്ന് സമോഹം അല്ലെങ്കിൽ വലിയ മോഹം ഉണ്ടാവുന്നു, ഇഷ്ടം തോന്നുന്നു, ആഗ്രഹം തോന്നുന്നു അല്ലേ. അത് പൊസസ് ചെയ്യാൻ തോന്നും, നമുക്ക് അത് കൈവശം കിട്ടിയാൽ തരക്കേടില്ല എന്ന് തോന്നും അല്ലേ. അങ്ങനെ തന്നെയാണ് പ്രാവർത്തിക ജീവിതത്തിലും. നമ്മൾ വ്യക്തിയാട്ടെ, വസ്തുവാട്ടെ, എന്താണെങ്കിലും അതെ. ഇപ്പൊ ഒരു ആണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയെ പ്രണയിക്കുകയാണെങ്കിൽ പ്രണയിച്ച ആ കാമിനിയെ കിട്ടാതെ വരുമ്പോൾ പിന്നെ ക്രോധായി, പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുന്നത്. ഇതൊന്നും പഠിച്ചാലുണ്ടല്ലോ നമ്മൾ അങ്ങനെ തെറ്റായ വഴിയിലൂടെ പോരാ. നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടല്ലോ അവർ ഇത്തരം പടുകുഴിയിലൊന്നും പോയി വീഴുകയില്ല. അതാണ്. അപ്പൊ ക്രോധാത് ഭവതി സമോഹ. അടുത്തെന്താണ്, സമോഹാത്. ആ മോഹത്തിൽ നിന്ന് എന്താ ഉണ്ടാവുക, സ്മൃതി വിഭ്രമ. സ്മൃതിക്ക് ഇങ്ങനെ വിഭ്രമം സംഭവിക്കാൻ തുടങ്ങും. കുറെ നമ്മൾ ഒപ്രസ് ഇമോഷൻ എന്തിലേക്ക് എത്തിക്കും, നമ്മുടെ ബുദ്ധി അല്ലെ, സ്മൃതിക്ക് ഒരു നമ്മുടെ ആ മനസ്സിനൊരു അല്ലെ ആകെ ഒരു നിക്കപ്പുറതി ഇല്ലായ്മ, ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരും. അങ്ങനെ ആകെ പിന്നെ എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥ വരില്ല എന്നാ കൃഷ്ണ പറയുന്നത്.
കൂട്ടർ ഇതൊക്കെ ഒരു പരമാർത്ഥമല്ലേ ഈ കൃഷ്ണൻ പറയുന്നത്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ ഈ പറയുന്നത്. എത്ര എത്ര ശ്രേഷ്ഠമായ ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത് അല്ലേ. നമ്മളെപ്പോഴും ഈ ആദ്യം അല്ലെങ്കിൽ നമ്മൾ ഈ പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിച്ച് പഠിച്ച് അങ്ങനെ നടക്കും. ഇതൊന്നും അത് വേണ്ടെന്നല്ല, പക്ഷെ അതൊക്കെ നമുക്ക് കേവലം ഈ ഫാക്ടിലേക്ക് എത്താനുള്ള ചൂണ്ടുപലകൾ മാത്രമാണ്. അപ്പം സമോഹ സ്മൃതി വിഭ്രമ, സ്മൃതിക്കാകെ വിഭ്രമം ഉണ്ടാവും. ഇനിയോ സ്മൃതി ഭ്രംശാദ്, സ്മൃതിക്ക് മൈൻഡിനെ മാഡ്നസ് അല്ലെങ്കിൽ നമ്മുടെ സ്മൃതിക്ക് ഓർമ്മയ്ക്ക് നാശം ഉണ്ടായാൽ എന്തുണ്ടാവും? ബുദ്ധിനാശോ. പിന്നെ ബുദ്ധിയെ കെട്ടടങ്ങി ബുദ്ധി നശിച്ചു എന്ന് പറയാം. ആകെ ബുദ്ധിയാണല്ലോ നമുക്ക് തെറ്റും ശരിയും ഒക്കെ പറഞ്ഞു തരുന്നത് അല്ലേ. നമ്മുടെ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് മൈൻഡ്, ഇന്റലിജന്റ് അല്ലേ, ഈഗോ, അങ്ങനെ കോൺഷ്യസ്നസ് അങ്ങനെ പോകുന്നു. പക്ഷേ നമുക്ക് ബുദ്ധി തന്നെ ആകെ നശിച്ച പിന്നെ എന്ത് ജീവിത? വാട്ട് ഈസ് ലൈഫ്? കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ സംഭവിച്ചാൽ ഈ ബുദ്ധിനാശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ അല്ലേ. അപ്പോ സ്മൃതി ഭ്രംശാദ്, ഈ സ്മൃതി ഭ്രംശത്തിൽ നിന്ന് ബുദ്ധിനാശം, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ, ബുദ്ധിനാശാൽ. ഇനിയോ ബുദ്ധിനാശാൽ പ്രണസ്ഥിതി, ബുദ്ധിനാശം പോയി അവസാനം നമ്മൾ നശിച്ചു പോകുന്നു എന്നാ കൃഷ്ണൻ പറയുന്നത്. ആകെ ടോട്ടലി നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നു, അങ്ങനെ ആകെ നമ്മൾ നശിച്ചു പോകുന്നു. എത്ര ശ്രേഷ്ഠമായ ശ്ലോകമാണ് ഈ പറയുന്നത് അല്ലേ. അപ്പോ വാട്ട് ഡിഡ് വി ഡിസ്കസ് ടുഡേ? എന്താ നമ്മൾ ചർച്ച ചെയ്തത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങൾ ഇതൊന്ന് ചൊല്ലി ഹൃദ്യസ്ഥമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഘട്ടം നമുക്ക് വരുമ്പോൾ നമ്മൾ അത് ഓർത്തു പോവുക അല്ലേ. എന്താ പറയുന്നത്? ഹിയർ Krishna says to Arjuna, what? Contemplating constantly on the object of senses, a man develops what? Attachment to them. We are always contemplating upon different objects of this world. That will result in what? A man develops what? Attachment for them, to get them. And from attachment, what happens? Springs, origins, what? A desire. From attachment, on what happens? Springs desire. And from desire here means unfulfilled desire. Here from desire originates anger. Originates anger. And from anger what happens? Arises delusion of our mind, confusion of our mind, restlessness of our mind. So from anger arises what? A delusion to our mind. Arjuna's mind was diluted. So why Krishna says this? So from delusion, what happened? Confusion of memory. Will happen. Smriti Bramsam. Confusion of memory. If memory confused, what will result? From which grows what? Loss of reason. We can't identify what is right and wrong. And loss of reason will be happened. And from loss of reason, loss of reason means discrimination of our mind. Discrimination of what? Right and wrong, up and down. And loss of reason will result. He goes to complete destruction or ruined. His life is utterly ruined. This is the philosophy of Gita. Wait for my next video, next class. Okay?